ഫലസ്തീൻ്റെ പല കേന്ദ്രങ്ങൾ തച്ചു തകർത്ത് ചോരക്കളമാക്കി ഇസ്രയേൽ അവിടെ ദിഗ്വിജയം നേടി എന്ന് അഹങ്കരിക്കുമ്പോഴും നന്നായി ഇസ്രയേലിൻ്റെ സൈന്യത്തിനും മൊസാദിനും അതുപോലെ തന്നെ ഇസ്രയേലി ഭരണകൂടത്തിനും അറിയാം ഇറാൻ ഏതൊക്കെ രീതിയിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ആണവായുധം പ്രയോഗിക്കാൻ ഇറാൻ മടിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒരു സമാധാന ചർച്ചയിലേക്ക് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം അത്രയേറെ നാശം ഇസ്രയേൽ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇസ്രയേലുമായി ഒരു സമാധാനത്തിൻ്റെ കരാർ വേണ്ട. ഇസ്രയേലിലേക്ക് ആണവായുധം പ്രയോഗിക്കുക എന്ന ഒരൊറ്റ ഓപ്ഷനെ ഇനി ഇറാൻ്റെ മനസ്സിൽ ബാക്കിയായുള്ളൂ. ഇറാൻ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമിച്ചത്? ആ ആക്രമണത്തിന് പര്യവസാനം ഉണ്ടായത് എങ്ങനെയായിരുന്നു? ഇറാൻ അമേരിക്കയുടെ എയർബേസ് ഖത്തറിൽ വെച്ച് തകർത്തു, ബോംബിട്ട് തകർത്തു, തരിപ്പണമാക്കി, ചിതറിച്ചു. എന്നാൽ ഇനി ഇറാൻ്റെ അടുത്ത ചിതറിപ്പെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ തെമ്മാടികളെ തകിടം മറിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടും ഈ മനുഷ്യക്കുരുതിയെ, ഈ വംശഹത്യ നടപടിയെ അപലപിക്കുമ്പോൾ അമേരിക്കയും അതുപോലെ തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളും അങ്ങ് രസിച്ച് കൂത്താടുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കൂ, സംഘപരിവാർ ചാനലുകൾ, ഗോധി മീഡിയകൾ എത്രത്തോളം അതിനെ മഹത്വവൽക്കരിക്കുന്നു. ഇസ്രയേലിൻ്റെ നടപടിക്രമങ്ങളെ, ഭീകരവാദത്തെ മുഴുവൻ തച്ചുടച്ചുവെന്ന്. പാകിസ്ഥാനിലെ ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക ഇസ്രയേലിൽ വന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഭീകരവാദത്തിൻ്റെ മൊത്ത വ്യാപാരികളായ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും അതേസമയം ഇറാൻ ചെയ്യുന്ന പ്രതിരോധ നടപടികളെയോ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെയോ മാത്രം തീവ്രവാദ ഗ്രൂപ്പുകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യ പിന്തുണയ്ക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഭരണകൂടം, നമ്മുടെ രാജ്യത്തുള്ള BJP ഭരണകൂടം പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിൽ പരമൊരു പൊട്ടത്തരമുണ്ടോ? ഇസ്രയേൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്കെതിരെ ആണവായുധം പ്രയോഗിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഇസ്രയേൽ മരണം ഇരന്നു വാങ്ങാൻ പോവുകയാണ് എന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഖാസിം സോലമേനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ അന്നെടുത്തൊരു ശപഥമുണ്ട്. അമേരിക്കയിലേക്ക് മരണം എന്ന് പറഞ്ഞ് ഇറാൻ നടത്തിയ ഒരു വലിയ വിലാപയാത്രയുണ്ട്. ആ വിലാപയാത്ര, അതിൻ്റെ തീയൊന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഹൂതി വിമതരെയും ഹിസ്ബുള്ളയെയും ശേഷിക്കുന്ന ഹമാസിലെ സൈനികരെയും അവരെ ശാക്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇറാൻ ഇന്ന് കരുത്ത് പകരുന്ന രാജ്യങ്ങളുണ്ട്. അറബ് രാജ്യങ്ങളെ പരിപൂർണമായി വിശ്വാസത്തിലെടുക്കാൻ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾക്കെതിരെയുള്ള ചെയ്തികൾക്ക് നല്ല രീതിയിലുള്ള ക്ഷമാപണം പറയാൻ ഇസ്രയേലിനോ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇറാൻ ഇനിയും സാധ്യതകൾ മുന്നിലുണ്ട്. ആ സാധ്യതകൾ വളരെ ഭംഗിയായി ഉപയോഗിച്ചാൽ ഇസ്രയേലിനെ തകർക്കാൻ കഴിയും. അമേരിക്ക കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ. അമേരിക്കയ്ക്ക് വളരെ വ്യാപകമായി ഒരു കാര്യം ചെയ്തു കൂട്ടാൻ കഴിയില്ല. ഇസ്രയേൽ എന്ന 25,000 സ്ക്വയർ കിലോമീറ്ററിലുള്ള 90 ലക്ഷത്തിലധികം വരുന്ന ജൂതന്മാരെ വിരട്ടി ഓടിക്കാനുള്ള ശേഷിയൊക്കെ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും ഇപ്പോഴും ബാക്കിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ.